ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഈ ചെറുക്കനെ ഇവളാ ഈ കറുമ്പിയാ കയറി പിടിച്ചത്. കള്ളി. സത്യം ഞാനല്ലമ്മേ, അയാൾ എന്റെ കൈ കയറി പിടിച്ചത്. എവിടെയും പോയി ചാവടി. ഇനി നിന്നെ ഈ വീട്ടു പരിസരത്തിൽ കാണരുത്. ചന്തേ നല്ല വലിയ ചൂരത്തല വന്നെന്ന്, നമുക്ക് പോയി മേടിച്ചാലോ? എന്റെ പൊന്നമ്മേ, എനിക്കൊന്നും വെക്കാനും എടുക്കാനും ഒന്നും വയ്യ. എൻ്റെ കുഞ്ഞ് എവിടെ പോയി, എങ്ങോട്ട് ചെന്ന്, എവിടെ കയറി താമസിക്കുന്നു, ഇതൊന്നും അറിയാതെ ഞാൻ ഇവിടെ ഇരുന്ന് മരിച്ച് ജീവിക്കുന്നതേ ഉള്ളു. അപ്പോഴാ അമ്മയുടെ ചൂരത്തല. എനിക്കൊന്നും വയ്യ. അമ്മ എന്തുവാന്ന് വെച്ചാ ചെയ്യും. പിന്നെ അവള് തോന്നിവാസം കാണിച്ചതിന് അവളെ ഇറക്കി വിട്ടു. അതിന് നീ ഇങ്ങനെ ചിന്താവിഷ്ടയായിട്ട് ഇരുന്നാലെങ്ങനെ? വീട്ടിലെ പണിയൊക്കെ ചെയ്യണ്ടായോ? ഇന്നലെയും കഞ്ഞിയും പുഴുക്കുമായിരുന്നു. എനിക്കിന്ന് എന്തായാലും കാര്യമായിട്ട് വെച്ചുണ്ടാക്കി തരണം. എനിക്കൊന്നിനും വയ്യമ്മേ. എന്നാ സാരമില്ല, ഞാൻ തന്നെ പോയി മേടിച്ചോണ്ട് വന്ന് ഞാൻ തന്നെ വെച്ചുണ്ടാക്കും. ഒരു ഇച്ചിരി കറി പോലും ഞാൻ തരില്ലേ. മോളും മരുമോനും ഒക്കെ വേറെ കടയിൽ നിന്ന് വല്ലതും കഴിച്ചോളാൻ പറ. ഹോട്ടലൊക്കെ അവധിയാ. ഇവിടെ എന്റെ ചേട്ടന് ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ടേ ഞാൻ അങ്ങോട്ട് പൊളിച്ചിടുന്നതാ. ഉടനെ കൊണ്ടുവന്നാ വൃത്തിയുടെ കയ്യും കിട്ടും. എന്നും നിന്റെ ചേട്ടൻ നിന്റെ കൂടെ കാണുമെന്ന് അറിയാടി. അമ്മേ, ഇവരെ പിടിച്ച് വല്ല വൃദ്ധസാധനത്തിലും കൊണ്ട് കയറ്റും. നീ ഇടണ്ടടി വൃദ്ധസാധനത്തിൽ. ഇത് എന്റെ മോൻ ഉണ്ടാക്കിയ വീടാടി. നീ ഇറങ്ങടി. എന്റെ കെട്ടിയനെയും പിടിച്ചോണ്ട്, ആ ചകിരിത്തലേനെയും പിടിച്ചോണ്ട്. പോരട്ട കളവി. ചേട്ടായി പ്രോട്ടീൻ ഷേക്ക്. എന്താ മുഖമൊക്കെ വല്ലായിരിക്കുന്നേ? ഇന്ന് ജിമ്മിൽ പോന്നില്ലേ? എനിക്കൊന്നിനും ഒരു മൂടില്ലടി. നിനക്കറിയാലോ എനിക്ക് കുറച്ച് കടവും ഇടമൊക്കെ ഉള്ള കാര്യം. സമാധാനം പോയിരിക്കുക. എന്തിനാ കല്യാണത്തിന് ഇത്രയും വലിയ തുകയൊക്കെ കടമെടുത്തത്? ആ സ്വർണ്ണമൊക്കെ കൊണ്ട് പണയം വെച്ചിട്ട് വീട്ടാൻ പറ്റിയതത്ര ഇല്ലായിരുന്നോ? സ്വർണം എടുത്ത് പണയം വെച്ചത് കല്യാണമൊക്കെ ആർഭാടമായിട്ട് നടത്തി അതങ്ങ് തീർന്നില്ലയോ പൈസയൊക്കെ? ഇനിയിപ്പം കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എന്നാടെ ബാങ്കിൽ നിന്ന് കിടന്ന് തുരുതുരാ കോളാ. ഞാനാണെങ്കിൽ ഒരു ആപ്പിനകത്ത് നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ഇപ്പോൾ അവന്മാരെന്നെ ടോർച്ചർ ചെയ്യുക. എൻ്റെ ഉടുപ്പില്ലാത്ത ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് വേറെ ആൾക്കാരുമായിട്ടൊക്കെ നിൽക്കുന്നതാണൊക്കെ ഉണ്ടാക്കി എനിക്ക് അയച്ചു വിടുക. എനിക്ക് പേടിയാവുകയാടി. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോവുക. ഇനി എന്തോ ചെയ്യും? 25 ലക്ഷം രൂപയുണ്ട് കടവിനി. നീ ഒരു കാര്യം ചെയ്യോ, അമ്മയെടുത്ത് പറഞ്ഞ് കുറച്ച് പൈസ എങ്ങനെയെല്ലാം അറേഞ്ച് ആക്കാൻ നോക്കൂ. അമ്മയുടെ കയ്യിൽ ഇത്രയും പൈസ കാണുമോ? എടി, ഇവിടുത്തെ ലോൺ എടുക്കുക, ഇവിടുത്തെ പ്രമാണം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ലോൺ എടുത്തുകൂടായോ? നീ അമ്മ എങ്ങനെയെങ്കിലും ചാക്കിലാക്ക്, എന്നിട്ട് ആ പ്രമാണം ഇങ്ങോട്ടെടുക്ക്. 25 ലക്ഷം രൂപയല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ശാസ്ത്രം കൂടെ കുറച്ച് വസ്തു കിടപ്പുണ്ട്. അത് ഞാൻ മറിച്ച് വിറ്റോ എങ്ങനെയെങ്കിലും അമ്മയുടെ പൈസ കൊടുത്തോളാം. നമുക്ക് 1-2 വീക്കിൽ അത് സെറ്റിലാക്കാം. അയ്യോ, എൻ്റെ പ്രമാണമൊന്നും അമ്മ എനിക്ക് തരത്തില്ല. എനിക്ക് പേടിയാ ചേട്ടാ ചോദിക്കാൻ. വേണ്ട, എനിക്ക് പേടിയാ, ഞാൻ ചോദിക്കത്തില്ല. പ്ലീസ്, എൻ്റെ പൊന്നു മോളല്ലേ, എനിക്ക് മനസ്സമാധാനമില്ല. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനും തോന്നുന്നില്ല. ഞാൻ ചോദിക്കാം. അമ്മേ, വന്ന് അടുത്ത ഉടായിപ്പോയിട്ട് നിന്റെ മോൾ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പൈസയ്ക്ക് വല്ലതും ആയിരിക്കും. ഞാൻ അച്ചാമ്മയോട് പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. നീ പൈസ ഒന്നും ചോദിച്ചില്ല. നിന്റെ കെട്ടിയോൻ എൻ്റെ 500 രൂപ ഗൂഗിൾ പേയിൽ നിന്ന് എടുത്തിട്ട് ഇതുവരെയ്ക്കും ഗൂഗിൾ പേയിൽ ഇട്ടില്ലത്. അമ്മ, ചേട്ടനാണെങ്കിലേ കുറച്ച് ലോണൊക്കെ എടുത്ത് ആകെ പ്രശ്നമായി നിൽക്കുക. പെട്ടെന്നൊരു ബൾക്ക് എമൗണ്ട് വേണം. അത് എന്തോ ഒരു വസ്തു എങ്ങാണ്ട് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. എത്ര രൂപ? 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ മോളെ? എനിക്കറിയാം അമ്മയുടെ അത്രയും പൈസ കാണത്തില്ലെന്ന്. പക്ഷേ അമ്മ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ഈ വീടും വസ്തുവിൻ്റെയും പ്രമാണം ഒന്ന് ലോൺ എടുക്കാനായിട്ട് തന്നാൽ മതി. എടി, നിനക്ക് വല്ല വട്ട് കൊണ്ടോടി കമലാക്ഷി. 25 ലക്ഷം രൂപ നിന്റെ കയ്യിൽ ഇരിക്കുന്നോ? തള്ളേ, ഞാൻ എൻ്റെ അമ്മയോടാ സംസാരിക്കുന്നത്, നിങ്ങളുടെ അടുത്തല്ല. എൻ്റെ മോനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ, അത് പണയം വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഇടപെടരുത് മോളെ. വീടിന്റെ പ്രമാണമൊക്കെ എങ്ങനെയാ തരുന്നത്? അമ്മ, വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുകൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. ചെയ്യട്ടെ, അമ്മയ്ക്ക് അതാണോ സന്തോഷം? നീ ഇവര് പറയുന്ന അനുസരിച്ചാലുണ്ടല്ലോ നിന്റെ അവസാന കമലാക്ഷി. അമ്മയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അച്ചാമ്മയ്ക്ക് എന്ത് ഇത്ര പ്രശ്നം?
അച്ഛൻ കഷ്ടപ്പെട്ടതല്ലയോ, എൻ്റെ അമ്മയുടെ പേരിലിരിക്കുന്നതല്ലയോ, ഞാനല്ലേ മേടിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണം? എടി നിന്റെ അച്ഛനാവുന്നതിന് മുമ്പ് അവൻ എൻ്റെ മോനായി കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനായത്. അമ്മേ തരാൻ പറ്റുമെങ്കിൽ താ, അല്ലെ ഞങ്ങൾ രണ്ടും കൂടി എവിടെയെങ്കിലും പോയി ചാടി ചത്തോളാം. ആ ചാടി ചാവ്, അതാ നല്ലത്. കമലാക്ഷി, എന്നെ നിങ്ങളെല്ലാവരും പ്രാന്തി ആക്കാതെ. അത് വെട്ടടേ, അതൊരു 4-5 കഷ്ണമായിട്ട് വെട്ടി മുറിക്കാനൊന്നും പറ്റത്തില്ല അമ്മച്ചി, വേണേ ഇങ്ങനെ കൊണ്ടുപോകും, രണ്ടായിട്ട് പൊളക്കും. അത് അങ്ങനെ കീറിയാൽ ആര് വെട്ടി മുറിക്കുമെന്ന്, അതൊന്ന് പീസാക്കി താ. 400 രൂപ തരുന്നേ ഇല്ലയോ? 500 രൂപയ്ക്ക് കൊണ്ടുവരാൻ ആളുണ്ട്. ഒന്നുമില്ല. കുളിച്ചിട്ട് വന്ന് നല്ലൊരു പിടിയങ്ങ് പിടിക്കാം. ഇത്ര മണം കേട്ടിട്ടേ കൊതിയാവുന്നു. വിളക്ക് കത്തിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം കിട്ടത്തില്ല. ഇതേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കുഴപ്പമില്ല, പക്ഷെ എൻ്റെ അമ്മ വെക്കുന്ന അത്ര. എന്നാ അവിടെ വെച്ചേ? അല്ല കൊള്ളാം. തള്ളക്ക് അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ വെക്കത്തില്ല. തള്ള പണ്ട് ഷാപ്പിലെ കറുക്കാരിയായിരുന്നു. എത്ര രൂപ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ? പക്ഷെ അമ്മയെ കൊണ്ട് അങ്ങ് പണിയെടുപ്പിച്ച് അങ്ങ് ശീലിച്ച്. ഇടയ്ക്ക് ഇങ്ങനെ കറിയൊക്കെ വെക്കും, നമുക്കൊന്നും തരത്തില്ല. ഒരു തുള്ളി ഞാൻ അവർക്ക് വെച്ചിട്ടില്ല, അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ വയസ്സാം കാലത്ത് സോക്കേട്. തള്ള യുദ്ധം ഉണ്ടാക്കുവോ? സാധ്യതയുണ്ട്. ആ തലയൊക്കെ എടുത്ത് കൂടെ കടിച്ചൂറി തിന്നുക. എന്റെ ചൂരത്തല എന്തിയേ? എന്റെ ചൂരത്തല എന്തിയേ? എന്റെ തലക്കറി എന്തിയേ? എന്റെ തലക്കറി ഇവിടെ എന്തിയേ? വേഗം അവിടെ വഴക്ക് തുടങ്ങി. എന്തുവാ? എന്റെ ചൂരത്തലക്കറി ആരാണ് എടുത്തോണ്ട് പോയടി? നിന്റെ മോളായിരിക്കും ഇവിടെ എടുത്തോണ്ട് പോയത്. എന്റെ ദൈവമേ, ഒന്ന് അടങ്ങമ്മേ. ഒരു തുള്ളി വെച്ചില്ലടി, എനിക്ക് വിശക്കുന്നേ. അമ്മയ്ക്ക് ചൂര ഞാൻ മേടിച്ചു തരാം. ഈ യുദ്ധ സമയത്ത് നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചേക്കുന്നോട് ചൂരക്കറി പുറത്ത്. എനിക്ക് ഉപ്പ് ചൂരത്തലയും കൂട്ടി കുത്തിണ്ടോ. എനിക്ക് എന്റെ ചൂരത്തലക്കറി കൊണ്ടുവാ. എന്റെ ചൂരത്തലക്കറി. ഇവളെ ഞാനിന്ന് കൊല്ലും. ഈ മൂദേവിയും ആ മൂദേവനും കൂടി ഇവിടെ നടത്തി കൂട്ടുന്ന ഈ പരിപാടി നിർത്തലാക്കണം. എന്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തില്ലടി. എന്റെ മോള്, എന്റെ പൊന്നു മോള്, എന്റെ സുന്ദരി മോള് ഒരു തെറ്റും ചെയ്തില്ല. അവളെ ഒഴിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ കള്ളം പറഞ്ഞതാ. ഇവൻ കള്ളനാടി. ഇവർക്ക് കൊതിമൂത്ത് വട്ടായതാ. അവരെ അടിയടി, അവരെ അടി. എന്റെ ചൂരത്തല. അമ്മ ഇപ്പൊ പറഞ്ഞ എന്തുവാ? എന്തോ മോളെ? അമ്മ പറഞ്ഞത് സത്യമാണോ? ആണ് മോളെ, സത്യവാ. അവനാ അവളെ കയറി പിടിച്ചത്. എനിക്കാണ് ഇവളെ കണ്ണിന് നേരെ കണ്ടുകൂടാത്തോണ്ടും അവളെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കള്ളവാ. അവള് നിരപരാധിയാ. ഞാൻ ഇത്രയും വലിയ മാരണത്തിന് ഞാൻ വീട്ടിനകത്ത് കയറ്റാൻ പോകുന്നതെന്ന് ഓർത്തില്ല മക്കളെ. മോൾ അമ്മയോട് ക്ഷമിക്ക്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചതാ, ഞാൻ ചെയ്ത തെറ്റ്. നീ എന്നെ അടിച്ചോ? നിങ്ങൾ അടിക്കുമല്ല, നിങ്ങൾ ഇറക്കി വിടുകയോ ചെയ്യേണ്ടത്. ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കരുത്. മൂതിക്ക് തള്ളേ. അടിപൊളി വീടാ, ഒരുപാട് ആളുകൾ ഈ വീടിന് വേണ്ടി നടക്കുക. പിന്നെ നമ്മൾ നല്ല തറവാട്ടി പറന്നവർക്കേ ഇത് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാ മദാമ്മമാരും സായിപ്പുമാരും ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും. നിങ്ങളിത് ഇപ്പം മേടിച്ചാൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് 30-ന് മേടിച്ചാൽ 35-ന് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് ഡിമാൻഡുള്ള വീടാ. പിന്നെ ഇതിൻ്റെ മുതലാളി പുള്ളിക്കാരൻ തറവാടുകൾക്കേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അങ്ങനെയുണ്ട്, നല്ല വീടല്ലയോ? വീടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷേ 30 ലക്ഷം രൂപ എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ 25 ലക്ഷം രൂപയേ ഉള്ളൂ. 5 ലക്ഷം രൂപ നമുക്ക് ലോൺ എടുത്തുകൂടായോ? ട്രെയിൻ സൗകര്യമുണ്ട്, കണ്ടോ, അവിടെ സ്റ്റേഷനുണ്ട്. എന്തായാലും വാടകയ്ക്ക് കയറ്. ഞാൻ മുതലാളിയെ കണ്ട് സംസാരിക്കാം. ലോണിൻ്റെ കാര്യമൊക്കെ മുതലാളി വിചാരിച്ചാൽ വേഗം നടക്കും, മനസ്സിലായോ? വാടകയ്ക്ക് ഇന്ന് കയറുമല്ലയോ?
ശരി, എന്നാൽ അഡ്വാൻസ് ഒരു 12,000 രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേരെ. ശരി, എന്നാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. ശരി.